ഏത് മാതാപിതാക്കളുടെയും സന്തോഷം എന്താണെന്നറിയോ? സ്വന്തം മക്കള് നല്ല സ്വഭാവത്തിൽ ജീവിക്കുന്നത് കാണാനാ. ഇതൊന്നും നമ്മൾ വെറുതെ പറയുന്നതല്ല. ഒരുപക്ഷെ ചെറിയ പ്രായത്തിൽ നമുക്ക് തോന്നും വാപ്പയമ്മയ്യ ലോകത്തിൽ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന്. തന്റെ ശൈശവ കാലഘട്ടത്തിൽ വാപ്പയമ്മയും നല്ല രസമായിട്ട് തോന്നും. പ്രായമറിയിക്കുന്ന കാലഘട്ടത്തിൽ അവര് നമ്മൾക്ക് ശത്രുക്കളാവും. പക്ഷേ അവരവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോ അന്ന് നമ്മൾ തിരിച്ചറിയും നമ്മളെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം നമ്മളെ മാതാപിതാക്കളായിരുന്നു എന്ന്. അതുകൊണ്ടാ ഏത് രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നതും മക്കള് സമാധാനത്തിൽ ജീവിക്കാനാ, ആ മക്കള് സന്തോഷത്തോടെ ജീവിക്കാനാ. സ്വന്തം മക്കള് കാരണം മറ്റൊരു കുടുംബോ വ്യക്തിയോ ഒരു പ്രയാസത്തിൽ എത്തിപ്പെടാതിരിക്കാനാ. നമുക്കറിയാലോ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മകള് ഫാത്തിമ ബീവിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന ഒരു രംഗണ്ട്. കല്യാണം കഴിച്ച് ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹുവും താമസം മാറുന്ന സമയം ഒരൽപ്പം കയ്യിലുണ്ടായിരുന്ന നാണയത്തുട്ടുകളും ഒരൽപ്പം കയ്യിലുണ്ടായിരുന്ന ചെറിയ പായയും ഫാത്തിമ ബീവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. ഫാത്തിമ ബീവിനെ അടുത്തേക്ക് വിളിക്കും. അടുത്ത് വന്നിരിക്കുന്ന ഫാത്തിമ ബീവിന്റെ മുഖത്ത് നോക്കിയിട്ട് റസൂലുള്ള പറയും, എന്റെ കരളിന്റെ കഷണമായ ഫാത്തിമ മോളെ, വാപ്പ നിന്നോട് ചില ഉപദേശങ്ങൾ തരികയാ. ഫാത്തിമ ബീവി ചോദിച്ചു, എന്തേ വാപ്പ? അലിയെ നീ സംരക്ഷിക്കണം ഫാത്തിമ. അലിയുടെ ദാരിദ്ര്യത്തെ നീ വെറുക്കരുത് ഫാത്തിമ. അലിയുടെ ദീനിനെ നീ സ്നേഹിക്കണം ഫാത്തിമ. അലി ഒരു പാപമാ മോളെ. അലിക്കൊരു പക്ഷേ നിന്റെ സൗകര്യത്തിലും സന്തോഷത്തിലും കൊണ്ടെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നിന്റെ ദീനിൽ അലി നിന്നെ സഹായിക്കുന്നുണ്ടെങ്കിൽ അലിയോട് വെറുപ്പ് വെക്കരുതേ മോളെ. അലിയുടെ പരലോകം നീയായിട്ട് നശിപ്പിക്കല്ലേ മോളെ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ഒരു വാപ്പാന്റെ നെഞ്ചാണത്, ഒരു ഉമ്മാന്റെ പ്രാണനാണത്. എന്റെ മക്കള് കാരണം മറ്റൊരു കുടുംബം സങ്കടപ്പെടരുത്. എന്റെ മകള് കാരണം മറ്റൊരാൾ ജീവിതത്തെ വെറുക്കരുത്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെ തൊട്ടും രക്ഷിതാക്കൾ അതേ ആഗ്രഹിക്കുന്നുള്ളൂ. 10+നേക്കാൾ മറ്റേത് ഡിഗ്രിയേക്കാൾ സ്വന്തം പെൺകുട്ടിയും ആൺമക്കളും മറ്റൊരാളെ സങ്കടപ്പെടുത്തരുതെന്നും സ്വയം സങ്കടപ്പെടരുതെന്നും ചിന്തിച്ചിട്ട പല മാതാപിതാക്കളും പലതും മറന്ന് ജീവിക്കാനുള്ള കാരണം. ആയിഷ റളിയല്ലാഹു തആല അൻഹാക്ക് നേരെ അപവാദ പ്രചരണം ഉണ്ടായ ഒരു സന്ദർഭമുണ്ട്. ആ അപവാദ പ്രചരണം നടന്നുകൊണ്ടിരിക്കുമ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹാനെ ഉമ്മ കൂട്ടിക്കൊണ്ടുപോവുക. സ്വന്തം വീട്ടിലെത്തി അവിചാരിതമായി അപ്രതീക്ഷിതമായി ഇങ്ങനെയൊരു സംസാരം പുറത്ത് നടക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹാനെ അണച്ചുകൂട്ടി പിടിച്ചിട്ട് ആ ഉമ്മ പറയുന്നുണ്ട്, ആയിഷ, നീ കാരണം അള്ളാഹുവിന്റെ റസൂല് കരയാൻ പാടില്ല, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മനസ്സ് വേദനിക്കാൻ പാടില്ല. ഇതാണ് മക്കളെ ഏത് മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. ആ ഒരു സ്വയം തിരിച്ചറിവ് അവരെ ജീവിതത്തിലേക്ക്, ആ തിരിച്ചറിവോടുകൂടി നമ്മൾ അവരെ തൃപ്തിപ്പെടുത്തുമ്പോഴാ നമ്മൾ നല്ല മക്കളാവുന്നതും നമ്മൾ ഏറ്റവും നല്ലൊരു ഉത്തമ കുടുംബത്തിലെ നല്ല സന്തതികളായി, നല്ലൊരു മക്കളായി മാറാൻ നമ്മളെ സഹായിക്കുന്നതും.